നിങ്ങൾ 10 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് ഒരു ഉടമ്പടി തന്നിട്ടുണ്ട്. ഇതിലൊരു രോമം പോലും നീ അറിയാതെ ഒഴുകി പോവില്ല. ഇത് ഏതൻ പരിസ്ഥിതിക്കുക. ഞാൻ 8.25 വർഷം തപസ് ചെയ്തു. കഴുത എൻ്റെ പുറത്ത് അദ്ദേഹം ഉണ്ട്. ആ പോലീസുകാരൻ പെട്ടെന്ന് കാലിട്ട് കുത്തി. 2034 ലോകം അവസാനിക്കുന്ന പ്രവചിച്ച ഒരു ആളുടെ കൂടെയാണ് ഞാനിന്നുള്ളത്. KK ഉമ്മൻ എന്നാണ് ചേട്ടൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ചേട്ടന് കുറച്ച് വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ചേട്ടൻ്റെ പേരെന്താ? KK ഉമ്മൻ. ഉമ്മൻ. കൈ എന്താ പറ്റിയത്? കൈ സർവശക്തനും സൃഷ്ടാവുമായ അദ്ദേഹം എന്നോട് ഈ വിരലുകൾ ചോദിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടിലേക്ക് ഇടുവാൻ പാപച്ചങ്ങലയിൽ ബന്ധിതരായ ആരെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വിരലുകൾ പാടിലേക്കിട്ട് രക്തം ചൊരിയുമ്പോൾ രക്തത്താൽ അവനെ ആലേഖനം ചെയ്ത് മുദ്രയപ്പെടും. ഇതാ സൃഷ്ടാവ് പങ്കുവച്ച ലോകത്തിന് വിലമതിക്കാൻ സാധിക്കാത്ത അമിതീതിയായ ജീവാത്മാവിനെ ആ സ്വർഗീയ മണിയറയിലേക്ക് ആസ്വദിക്കുവാനായാണ് ഈ കൈ. ഇത് എത്ര വർഷമായി കൈ പോയിട്ട്? ഇത് 1998 ഓഗസ്റ്റ് 18. എനിക്കിപ്പോൾ 74. തനിയെ പോയതാണോ അതോ ചേട്ടൻ? ഒരു അപകടം പറ്റി പോയതാണ്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, പിന്നെ ഒന്നും കണ്ടില്ല. ജോലി ചെയ്യുമ്പോഴെങ്ങനായിരുന്നു അതോ വെറുതെ നിൽക്കുമ്പോഴോ എങ്ങനെയായിരുന്നു? അത് ഒരു അപകടം, പെട്ടെന്ന് ഒരു ഇടി വന്നപ്പം വിരലുകൾ പോയി. ആ ഒരു പടക്കം പൊട്ടിക്കാനായിട്ട് കയ്യിലെടുത്തപ്പം കൈ ഇരുന്നങ്ങ് പൊട്ടി. പടക്കം ശബ്ദം കേട്ടെങ്കിലും ഒരു തുള്ളി വെള്ളം രക്തം പോലും എങ്ങും വീഴുവോ പോവോ ചെയ്ത് വിരൽ നോക്കിയപ്പോൾ ഇല്ല. ഉടനെ അടുത്ത ശബ്ദം കേട്ടുകൊള്ളുക, നിന്റെ വിരലുകൾ ഞാൻ എടുത്തു. പ്രപഞ്ച സൃഷ്ടാവ് അങ്ങനെ കേട്ടോ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഭൂമിയിൽ എന്ത് സംഭവിക്കണമെന്ന് നിന്നെ ഞാൻ അറിയിക്കുമെന്ന് അങ്ങ് ഒരു ഉടമ്പടി എന്നോട് ചെയ്തു. സുനാമി ഉണ്ടായി. ഇതിന് ശേഷമാണ് സുനാമി ഉണ്ടാകുന്നതിൻ്റെ 4 ദിവസം മുമ്പ് എന്നെ അയച്ച പ്രകാരം തൻ്റെ കർത്തവ്യം നിറവേറ്റുവാൻ എന്ന് പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച താലന്തിൽ വ്യാപാരം ചെയ്യുവാനായി കൊല്ലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അഞ്ചലിനിപ്പുറത്ത് വണ്ടിയിലിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടുകൊള്ളുക. ഭൂമിയുടെ ഏതോ ഭാഗത്തു നിന്ന് അതിശക്തമായൊരു കരിന്തുരവ് വരുന്നു. 5-6 ലക്ഷം ജനം അവരുടെ അധ്വാനം നഷ്ടമാവും. നമുക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇത് 2 ദിവസം യാത്ര ചെയ്ത് വീടുകൾ കയറി ഇറങ്ങി ഞാൻ തിരിച്ചു വന്ന് അച്ഛനോട് പറഞ്ഞു ഈ സംഭവം. അപ്പോൾ അച്ഛൻ എന്നോട് വിളിച്ചിട്ട് എല്ലാവരും പോയി കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു, മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോരുത്, ഇപ്പോൾ തന്നെ ജനത്തിന് സമാധാനമില്ല. ഞായറാഴ്ച ദിവസം ഇത് പറയുന്നു, തിങ്കൾ ചൊവ്വാഴ്ച ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പം പിറ്റേ ആഴ്ച അതുപോലെ വലിയ ദേവാലയമാണ് കുളത്തുപോയി. 10-15 പേര് വന്നു. ഒരാൾ മാത്രം, താന്നിവള രാജൻ മാത്രം ഈ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു. എന്നാൽ സുനാമി സംഭവിച്ച് 5 ലക്ഷം ജനവും അവരുടെ അധ്വാനവും നഷ്ടമായി. അങ്ങ് എനിക്കൊരു ഉടമ്പടി തന്നിട്ടുണ്ട്, ഭൂമിയിൽ എന്ത് സംഭവിക്കണമെങ്കിൽ നിന്നെ ഞാൻ അറിയിക്കും. ഇപ്പം നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ 2-3 ദിവസം മുമ്പ് ഒരു ലെറ്റർ എഴുതി, വെള്ള കളറിൽ എഴുതി, ഒരു വിസ്ഫോടനം ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഉടനെ ഉണ്ടാകുമെന്നോ? ഈ കേട്ട 2 ദിവസം, ഇന്ന് 3-ാമത്തെ ദിവസമാണ് കേട്ടിട്ട്. അപ്പോൾ അവിടെ തീയെത്തി കുറേ പേര് മരിച്ചു. ഇപ്പം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദുഷ്ടാത്മാവിൻ്റെ നിർദ്ദേശത്തിൽ കൂടിയാണ്. സൂക്ഷിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. കാരണം ഒരു കാര്യം ഞാൻ പറയാം, എന്നോട് പറഞ്ഞ നാം ശ്വസിക്കുന്ന ഈ പ്രാണവായു ലോകത്തിൽ ഏതെങ്കിലും ഒരു ശക്തനായ മനുഷ്യന് തരാൻ പറ്റുമോ? എന്നാൽ അവിടുന്ന് സൃഷ്ടാവ് നൽകുന്ന സ്വർഗീയമായ പരിലാളനയാണ് പങ്കുവച്ച ജീവാത്മാവിന് നൽകുന്ന ഈ പ്രാണവായു. ഇതിൻ്റെ വില പോലും ഈ മക്കളറിയാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പാപത്തിലേക്ക് പോവുകയാണ്. എല്ലാ മക്കളിലും പിതാവിനും മക്കളാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നെങ്കിലും നമ്മുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ പിതാവ് അത് കണക്കുകൂട്ടി കഴിഞ്ഞു നമ്മളിലേക്ക് ജീവാത്മാവിനെ പങ്കുവെക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ കാലം ഇവിടെ ജീവിച്ചു. ഇവിടെ അല്പകാലം സങ്കടവും ദുഃഖവും പ്രയാസവും വേദനകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ആസ്വദിച്ച് ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ആ സ്വർഗീയ മണിയറയിലേക്ക് പോകും. ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പാപച്ചങ്ങലിൽ ബന്ധിതരായ മക്കൾ സ്വർഗീയ മണിയറയുടെ വാതിൽ അടയപ്പെട്ടു. കാരണം ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ലോകം നിറഞ്ഞു. പിതാവ് മക്കൾ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നഷ്ടപ്പെടുന്നത് കണ്ട് പിതാവ് പൊട്ടിക്കരയാണ് യഥാർത്ഥ പിതാവ്. അങ്ങനെ പുത്രനായ യേശു, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് 3 പേരാണ്. അപ്പം എന്ത് വില കൊടുത്ത് ഈ മക്കളെ തിരിച്ച് പിതാവിന് കൊടുക്കുമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് കടന്നു വന്നു.
അപ്പം നിയമജ്ഞരും അധികാരികളും ഒന്നു ചേർന്ന് 33-ാമത്തെ വയസ്സിൽ അവനെ ക്രൂശിച്ചു. ആ പിതാവിൻ്റെ പാദപീഠത്തിൽ അർപ്പണ ബലിയായിക്കൊണ്ട് തൻ്റെ പുനരുത്ഥാനം, മരണവും പുനരുത്ഥാനവും വഴി നമുക്ക് പുതിയ ജന്മം നൽകുകയാണ്. അപ്പം ഈയിടെ പറഞ്ഞ ഒരു ദിവസം ഞാൻ പറയാം. 2034 കേട്ടോ, വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് 2000 വർഷം തികയല്ലേ ക്രൂശിച്ചതിന് ശേഷം. അപ്പം 2034 ആകുമ്പോൾ 2000 വർഷം ക്രൂശിച്ചിട്ടാവും. അപ്പോൾ ഇതിനിടയിൽ ലോകം ഒരു വിസ്ഫോടനം പറഞ്ഞു മനസ്സിലായി. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ ഭൂമിയിൽ കേട്ടോ, സത്യമാണ് പറയുന്നത്, ഒരു കളവും പറയില്ല. നിങ്ങൾ 10 ലക്ഷം തരാമെന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ എനിക്ക് ഒരു ഉടമ്പടി തന്നിട്ടുണ്ട്. കൈ ചോദിച്ച് മേടിച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പങ്കുവെക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, ഇപ്പം കൈ പോയപ്പോൾ തെണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ ലോകത്തിൽ കേരളത്തിലെ ഏറ്റവും ഒരു ധനാഴ്ച കുടുംബത്തിൽ ജനിപ്പിക്കുക. ഉമ്മച്ചൻ മുതലാളി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളെ. അങ്ങനെ ഇതിൻ്റെ ആദ്യത്തെ വീടാണ്. അങ്ങനെ എൻ്റെ കൈ വിരലുകളെല്ലാം പോയി. എന്നെ ഏൽപ്പിച്ച ദൗത്യമായിട്ടൊക്കെ ഒരുപാട് പ്രവർത്തിച്ചു. ഏറ്റവും കൂടുതൽ സന്ദേശം പങ്കുവെക്കാനുള്ളത് സാധിച്ചു. അതുവരെ നമുക്ക് പോലും അറിയത്തില്ലായിരുന്നു. ചേട്ടൻ ഈ പറഞ്ഞ ഈ വരുന്ന വെളിപാടൊക്കെ ഉണ്ടാവുന്നാണല്ലോ എന്തെങ്കിലും നടക്കാൻ പോകുമ്പോ, അത് മറ്റുള്ളവരോട് പറയാറുണ്ടോ? ആൾക്കാരോട് പറയാറുണ്ടോ? അവിടുന്ന് ഓർഡർ ഉണ്ട്. ഏത് രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ നിനക്ക് എന്ന് പറയാം. അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ഏത് രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ നിനക്ക് എന്ന് പറയാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ യഥാർത്ഥത്തിൽ കേട്ടുകൊള്ളുക, ഒരു കഴുത, ഇത്തിരി പ്രായമായ ഒരു കഴുത. ആ കഴുതയുടെ പുറത്ത് ആരുണ്ടെന്നറിയാമോ? സൃഷ്ടാവുണ്ട്. എന്നെ അല്ലയോ ഇപ്പം നിങ്ങൾ കാണുന്നുള്ളൂ. എന്നെ കഴുതയായിട്ട് കാണുന്നില്ല, കാണുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നേർക്ക് കൈപൊക്കി. കാരണം കൈ പൊക്കിയപ്പം അഗ്നിഗോളങ്ങൾ അവിടെ കടന്നു വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കാണുന്നു, ആത്മീയ നയനങ്ങൾ നൽകി ഞാൻ കാണുന്നു, ഞാനൊരു കഴുത, എൻ്റെ പുറത്ത് അദ്ദേഹം ഉണ്ട്. ആ പോലീസുകാരൻ പെട്ടെന്ന് കാലിട്ട് കുത്തി. ഈ ഫാമിലി എല്ലാവരും സന്തോഷത്തോടെ, ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്, സന്തോഷത്തോടെ ജീവിക്കും. എനിക്ക് ഒരു പെൺകുട്ടി, ഒരു മോൻ, 2 പേര്. അവർ ഒരാൾ ചെന്നും വരാം. മോനും കുടുംബവും ഇവിടെ. അപ്പോൾ ഞാൻ വായിക്കും. 12ാം ക്ലാസ് വരെ പഠിക്കും. 67 കാലം ജോലി. എനിക്കൊരു കമ്പനി ജോലി ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ കൈ പോയ ഏത് ജോലിയും ചെയ്യുമായിരുന്നു. നല്ല ആരോഗ്യവും ബലവും ശക്തിയും ഉണ്ടായിരുന്നു ഏത്. അപ്പോൾ കൈ പോയ ശേഷം പിന്നെ മോന് ഇപ്പം അവിടെ റേഷൻ കട നടത്തുന്നതുകൊണ്ട് പപ്പ ഇനി ഒന്നിനും പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒന്നിനും കുഴപ്പമില്ലാതെ ദൈവം നമ്മളെ നടത്തുന്നു. 2034 ആകുമ്പം അതിനൊക്കെ ചില ചരിത്ര കാര്യങ്ങളും. കാരണം നോഗ എന്ന് പറയുന്ന ഒരാൾ ഒരു ജലപ്രളയ കാലം ഉണ്ടായി. ജലപ്രളയ കാലത്ത് വേദവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 10 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കൈ വിരലും പോയ ഇതുകൂടെ പറയാം ഒരനുഭവം. 2000, 2001, 2002, 2003, 2004, 2005, 2006, 2007. 2007 9ാമത്തെ മാസം തികയുമ്പോൾ ലോകം അവസാനിക്കും എന്ന് അവിടുന്ന് നേരിട്ട് പറഞ്ഞു. ഈ കാര്യം പറഞ്ഞിട്ട് ഏത് രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിനക്കെന്ന് പറയാം. എന്നാൽ എൻ്റെ ഏറ്റവും പ്രഗത്ഭരായ സഹോദരന്മാരോട് 1-2 പേരോടെ ഇത് പറഞ്ഞു. ഈ സമയം കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങോട്ട് വന്നിട്ട്, പട്ടാളക്കാരന് വലിയ കുടുംബത്തിൽ തോക്കൊക്കെയുള്ള വീട്ടിൽ, നീ പറഞ്ഞത് സംഭവിച്ചില്ലല്ലോ, എന്നെക്കായി 2 വയസ്സിന് മൂപ്പേ ഉള്ളൂ. ഞാനത് കേട്ടിട്ട് ശരിയായി. അവിടുന്ന് അല്ലയോ എന്നെ പറഞ്ഞു വിട്ടേ. ഞാൻ വീട്ടിൽ, ദൈവമേ, അവിടുന്ന് പിതാവേ എന്നോട് പറഞ്ഞത് നീ അവനോട് പോയി ചോദിക്കണം, അവന് സമയമായോ. അടുത്ത ശബ്ദം. അപ്പം ഞാൻ ചോദിക്കാൻ ചെന്നാൽ അപ്പോഴേ അല്ലേ വെടി ഇതൊക്കെ. 2 ദിവസം കഴിഞ്ഞ് ഈ വീട്ടിനകത്ത് ഇതടിക്കാനായിട്ട് ചൂലുമായിട്ട് കയറി വീണു. ഇതാ ഇപ്പോൾ ഒരു ബൊമ്മ പോലെ ഇരിപ്പുണ്ട്. നീ അവനോട് ചോദിക്കണം, അവന് സമയം ആയോ. കാരണം ഈ അനേകം മക്കളുടെ നിലവിളിയുടെ ഫലമായിട്ടാണ് അല്പം കൂടെ നമുക്ക് മുമ്പോട്ട് സമയം തരുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഈ നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്ന ഈ മനുഷ്യൻ, ഞാൻ ദേവാലയത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, പറഞ്ഞു വെച്ചേ. അപ്പം അവിടെ ഒരു പിതാവുണ്ട്, സൃഷ്ടാവ്. അദ്ദേഹത്തിൻ്റെ ആലയമാണ്. അപ്പം മരത്തരി കൊണ്ട് ഒന്നുകൊണ്ടും പണിതതിലല്ല അദ്ദേഹം വസിക്കുന്നത്.
അവിടുത്തെ കരങ്ങളുണ്ടാണ് ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ മക്കളുടെ ഹൃദയങ്ങളിലാണ് അവിടെ വസിക്കേണ്ടത്. അപ്പം നമ്മൾ ഒരുക്കപ്പെട്ടവരായാൽ, അപ്പം ഞാൻ തിരുസന്നിധി സമർപ്പിച്ച കാഴ്ചവസ്തുവാണ്. ഇനി ഈ കാഴ്ചവസ്തുവാകുന്ന എന്നെ എടുത്ത് വേറെ യാതൊരു പണിക്കും ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ആര് ഉപദ്രവിച്ചാലും എനിക്ക് തരുന്ന സമ്മാനമാണ്. അവിടുത്തെ അറിയാതെ എന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് ഇതിലൊരു രോമം പോലും നീ അറിയാതെ ഒഴുകി പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല ജീവിതം. ഇപ്പം ഇത് ഏതൻ പരിസ്ഥിതിച്ചത്. ഞാൻ 8.25 വർഷം തപസ് ചെയ്തു. അവിടുന്ന് പറഞ്ഞു വെച്ചാൽ, ഒന്ന് ഇസ്രായേലിൻ്റെ ക്ഷാമകാലം ആദ്യകാലം 3.5 വർഷം, യേശുക്രിസ്തുവിൻ്റെ പരിസ്ഥിതികാലം 3.5 വർഷം, 8.25. സ്വന്തം മകനെ, ഒരു തെറ്റും ചെയ്യാത്ത മകൻ ക്രൂശിതനായപ്പോൾ ആ പരിശുദ്ധ കന്യകമറിയത്തിൽ പ്രസവിച്ച അമ്മയ്ക്കുണ്ടായ ഹൃദയവേദന. ഒരു തെറ്റും ചെയ്യാത്ത മകൻ ക്രൂശിതനായപ്പോൾ അന്നത്തെ ഭയങ്കര പെണ്ണൊന്ന് ചേർന്നല്ലോ അവനെ ക്രൂശിച്ചത്. അപ്പോൾ അതിനു വേണ്ടി 1.25 വർഷം, ഇങ്ങനെ 8.25 വർഷം ആരെക്കൊണ്ടും ലോകത്തുമായി യാതൊരു സ്പർശനവുമില്ലാതെ ഈ പാത വെച്ച് പ്രാർത്ഥിച്ച് ലോകത്തിന് വേണ്ടി ഇവിടെ തന്നെ പ്രാർത്ഥിച്ച് തപസ് ചെയ്തു. ഈ തപസ് തീരാറായപ്പോഴത്തേന് പ്രപഞ്ച സൃഷ്ടാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കേട്ടുകൊള്ളുക പറഞ്ഞ ശബ്ദം. ഇതാണിപ്പോൾ ഏതൻ പർദീസ. ആദ്യത്തെ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചത് ഏതൻ പർദീസയാണ്. എന്നാൽ എന്നെ അയച്ച് യാത്ര ചെയ്യിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ടായി. അതിഭയാനകമായൊരു പീഡനം. അപ്പോൾ ഞാൻ പാദം ചുംബിച്ചിട്ട് അങ്ങയോട് പറഞ്ഞു, കർത്താവേ, ഈ പാപം ആ മനുഷ്യൻ നിർത്തരുത്. ആളുകളെല്ലാം ഓടിക്കൂടി. അയാൾ, ഞാൻ ചുരുക്കി പറഞ്ഞ ബോധം കെട്ട് 3.5 മണിക്കൂർ റോട്ടിക്കണം. അടിവസ്ത്രം മാത്രം, നല്ല വസ്ത്രമായിട്ട്, ബാക്കിയെല്ലാം അഴിച്ച് അവിടെ വെച്ചു. ചത്തുപോകുന്ന അവർ വിചാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. അവിടുന്ന് എൻ്റെ യാത്രയിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. രണ്ടാമത്തെ രാത്രി 3-ാം യാമം ഒരു 2 മണിയോടടുക്കുമ്പോൾ ശബ്ദം, മോനെ എന്നൊരു ശബ്ദം കേട്ടു. ഞാൻ നോക്കിയിട്ട് ആരെയും കാണുന്നു. നീ എന്നെ തോൽപ്പിച്ചു. നീ അവസാനത്തെ അബ്രഹാം. നീ എൻ്റെ സ്വീകാര്യനായ മകൻ. നീ എന്നെ തോൽപ്പിച്ചു. എനിക്ക് കിട്ടിയ സന്ദേശമാണ്. അന്ന് മുതൽ ഞാൻ അവിടുത്തെ ദൗത്യമായിട്ട്. അതിന് മുമ്പ് ഏറ്റവും സമ്പന്ന കുടുംബത്തിൽ കേരളത്തിൽ എനിക്ക് ദൈവം ആരെന്നറിയത്തില്ല. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം എഴുതുന്നത് അതിനെല്ലാം പരിധികളുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് അകന്ന് നിൽക്കുക. അപ്പോൾ ബന്ധമുണ്ടെങ്കിൽ അത് നിൽക്കുക. കുടുംബമൊക്കെ സമ്പന്ന കുടുംബമാണ്. അപ്പോൾ അവർക്ക് ഈ മനുഷ്യൻ്റെ വിലയെ അവർക്കറിയത്തില്ല. ഏത് എല്ലാ പ്രവൃത്തിയും നമ്മൾ ചെയ്യുമെങ്കിലും മറ്റുള്ളവരോട് എളിവനായാലും ദരിദ്രനായാലും അനാഥനായാലും അവരെ സഹായിക്കാനുള്ള ഒരു കടപ്പാട് നമുക്ക് പരസ്പരം ഉണ്ട്. സഹോദരനാണ് കർത്താവിൻ്റെ എല്ലാവരും, സ്വീകാര്യനായ മകൾ എല്ലാവരും, കറുത്തോലും വെളുത്തോലും ജാതിയും മതവും ഒക്കെ ഇന്നുണ്ടെങ്കിലും എല്ലാവരെയും സഹായിച്ച് ശക്തിയോടെ മുന്നേറുക. ദൈവം ധാരാളമായിട്ട്. ഞാൻ ഭൂമിയുടെ അവസാന കാലം വരെ ഞാൻ കാണും. ഇപ്പം എനിക്ക് 74 വയസ്സുണ്ട്. ഇല്ല, എനിക്ക് 102 വയസ്സ്. ഒന്ന് കൂട്ടി നോക്കാം എത്ര ആവുമെന്ന്. ഇപ്പം 24 ആയപ്പോൾ 74 വയസ്സ്. അല്ല, അങ്ങനെ കണക്ക് ശരിയാവുന്നില്ലല്ലോ. 2034 ആകുമ്പോൾ 10 വർഷമല്ലേ ആവുന്നുള്ളൂ. ഇനി 74 10 കൂട്ടി 84 വയസ്സ് വരെ അപ്പൊ ചേട്ടൻ ജീവിക്കാൻ പാടുള്ളൂ. 2034 തീരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമ്മളുടെ അനേകരുടെ നിലവിളിയുടെ ഫലമായിട്ട് ചിലപ്പം അല്പം മുമ്പോട്ട് മാറ്റി തന്നാൽ ഇതാവേ ഒന്ന് കാത്തിരിക്കണേ, ആരെങ്കിലും കൂടെ മക്കൾ കാണാതെ പോയ യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ കാണാതെ പോയ ആടിനെ തേടി അലയുന്ന ഇടയെ. അപ്പം ഈ മക്കളൊന്ന് 100 ഒന്നിനെ കാണാതെ പോയാൽ 99 അവിടെ നിർത്തിയിട്ട് നമ്മൾ ഈ ഒന്നിനെ അന്വേഷിച്ച് നമ്മൾ പോകും. അപ്പോൾ ഈ നഷ്ടപ്പെടാമെന്ന് ഒന്നിനെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു അതിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിർത്തിയാള് ഈ നിമിഷം നിങ്ങൾ മറക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.